കുഞ്ഞുങ്ങളെ, ഗ്ലാക്സോയാണ്. ഇന്ന് നമ്മൾ ഡിഗ്രി പ്രിലിംസ് ഫസ്റ്റ് സ്റ്റേജിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. ഒന്നാമത്തെ ചോദ്യം, 0.004 എത്ര മടങ്ങ് വലുതാണ് 0.18? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 0.004 ഏതോ ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചപ്പോഴാണ് എത്ര കിട്ടിയത്? 0.18 കിട്ടിയത്. അപ്പം നമുക്കത് എത്ര മടങ്ങെന്നറിയണം, ഇല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്ന എത്ര മടങ്ങിൻ്റെ വില അറിയണം. ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ 0.18 ഡിവൈഡഡ് ബൈ 0.004 എന്ന് വരും അല്ലേ. പോയിൻറ്റിൻ്റെ കറക്ഷൻ നടത്തിയാൽ താഴെ 3 സ്ഥാനങ്ങൾ പോയിൻ്റ് കഴിഞ്ഞുണ്ട്. അപ്പോൾ 1000 കൊണ്ട് മുകളിലും താഴെയും ഗുണിച്ചാൽ 180 ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. ആൻസർ എത്രയാ? 45. ഓക്കെ അല്ലേ എൻ്റെ കുട്ടികൾ? അടുത്ത പറയട്ടെ. അടുത്ത ചോദ്യം, ഒരു വാട്ടർ ബോട്ടിലിന് 15 രൂപ വിലയുണ്ട്. അതിൽ കുപ്പിയുടെയും വെള്ളത്തിൻ്റെയും വില ഇൻക്ലൂഡഡ് ആണ്. വെള്ളത്തിന് കുപ്പിയേക്കാൾ 12 രൂപ കൂടുതലെങ്കിൽ കുപ്പിയുടെ വില എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം കുപ്പിയുടെ വില ബോട്ടിൽ എന്ന് ഞാൻ റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ ആണോ? ബോട്ടിലിനും വെള്ളത്തിനും കൂടെ ചേർത്താണ് എത്ര രൂപ? 15 രൂപ. ബോട്ടിലിൻ്റെ വിലയെ ഞാൻ എക്സ് എന്ന് എടുക്കുക. വെള്ളത്തിൻ്റെ വിലയെപ്പറ്റി എന്താ ചോദ്യത്തിൽ പറയുന്നത്? വെള്ളത്തിന് കുപ്പിയേക്കാൾ 12 രൂപ കൂടുതലാണ്. കുപ്പിയുടെ വില എക്സ് ആണെങ്കിൽ വെള്ളത്തിൻ്റെ വില x+12 എന്ന് അങ്ങനെങ്കിൽ പറയാലോ. ഇവരെ രണ്ടുപേരും കൂടെ കൂട്ടുമ്പോഴാണ് 15 കിട്ടേണ്ടത്. ക്ലിയർ ആയോ? 2x + 12ൻ്റെ വിലയാണ് 15. അപ്പം 2x എത്രയാണെന്ന് ചോദിച്ചാൽ 15 - 12 3. എക്സ് എത്രയാ? 3/2 1.5. അപ്പോൾ 1 രൂപ 50 പൈസയാണ് കുപ്പിയുടെ വിലയെന്ന് കിട്ടും. ക്ലിയർ ആയോ? പറഞ്ഞോട്ടെ അടുത്തത്. ജോൺ സോണിക്ക് 5% കൂട്ടുപലിശ നിരക്കിൽ 3 വർഷത്തേക്ക് 6 ലക്ഷം രൂപ കടം കൊടുക്കുന്നു. 3 വർഷത്തിന് ശേഷം എത്ര തുക ലഭിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3 വർഷത്തിൻ്റെ കോഡ് പറ. 1331 ആണ്. ആദ്യത്തെ കോഡിന് താഴെ നിക്ഷേപിച്ച തുകയായ 6 ലക്ഷം ഞാൻ എഴുതി വെക്കുന്നു. ഈ 6 ലക്ഷത്തിൻ്റെ 5% അടുത്ത സ്ലോട്ടിലോട്ട് പോകേണ്ടത്. 6 ലക്ഷത്തിൻ്റെ 10% 60,000 അപ്പോൾ 5% 30,000. 30,000ത്തിൻ്റെ 10% 3,000 ആണ്. അപ്പോൾ അതിൻ്റെ പകുതി 1,500 അടുത്ത സ്ലോട്ടിലോട്ട് പോകണ്ടേ. 1,500ൻ്റെ 10% 150. അപ്പോൾ അതിൻ്റെ 5% 75 അടുത്ത സ്ലോട്ടിലോട്ട് പോകുന്നത്. ഇനി നിങ്ങൾക്കറിയാം സ്റ്റെപ്പുകൾ. ഈ ക്യാഷും കോഡുമായിട്ട് ഗുണിച്ചെഴുതും, എന്നിട്ടാണ് മുന്നോട്ട് പോകണ്ടേ. എന്നാലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ ലാസ്റ്റ് കിടക്കുന്ന ആളെ ക്യാഷും കോഡുമായിട്ട് ഗുണിച്ച് കഴിയുമ്പം 75 വരും. ഇവിടെ ഗുണിച്ചാൽ അത് 4,500 ആകും. ഇവിടെ ഗുണിച്ചാൽ അത് 90,000 ആകും. ഓക്കെ അല്ലേ? ഇവിടെ പിന്നെ നമ്മൾ നിക്ഷേപിച്ച തുകയായ 6 ലക്ഷവും ഉണ്ട്. ഇവരെ എല്ലാവരെയും കൂടെ കൂട്ടിയാൽ നമുക്ക് നമ്മുടെ എമൗണ്ട് കിട്ടും, ടോട്ടൽ എമൗണ്ട് കിട്ടും. നിങ്ങൾ ഇവരെ എല്ലാവരെയും കൂടെ കൂട്ടി സമയം കളയണമെന്നൊന്നുമില്ല. ലാസ്റ്റ് 2 ഡിജിറ്റ് ഏതാ? 75 ആണ്. അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസറിൻ്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് എന്ത് തന്നെ വരും? 75 തന്നെ വരും. അപ്പം ചോയ്സിൽ നിന്ന് തന്നെ പറയാം, സെക്കൻഡ് ചോയ്സ് ആയിരിക്കും നമ്മുടെ ആൻസർ. ക്ലിയർ അല്ലേ എൻ്റെ കുട്ടികൾക്ക്? അടുത്ത പറഞ്ഞോട്ടെ. ഒരു വസ്തുവിൻ്റെ പകുതി ഇരട്ടി വിലയ്ക്ക് വിറ്റു. ഓക്കെ ആണോ? അപ്പം 100 എണ്ണം ഉള്ളത് 100 രൂപയ്ക്ക് വിൽക്കാമെന്ന് കരുതുക. പകുതിയെ എടുത്തോളൂ. അപ്പം 50 വിലയുള്ളത് ഇരട്ടി വില എത്ര കൊണ്ടിട്ട് വിറ്റു? 200 വിറ്റു. 100 വില, ഇരട്ടിയായെന്ന് വെച്ചാൽ 200. ഇപ്പം കഥ എങ്ങനെ? 50 രൂപ 200 വിറ്റു. എത്ര കൂടുതൽ കിട്ടി? 150 കൂടുതൽ കിട്ടി. നമുക്ക് ലാഭശതമാനമാണ് കാണണ്ടേ. 150 എന്ന് പറയുന്നത് യഥാർത്ഥ വിലയായ 50ൻ്റെ എത്ര ശതമാനം എന്ന് നോക്കിയാൽ പോരെ? എത്ര ആൻസർ? 300% അവിടെ കിട്ടുന്ന പ്രോഫിറ്റ്. ക്ലിയർ ആണോ? അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം, വിരമിച്ച 9 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിൻ്റെ ശരാശരി പ്രായം 64 വയസ്സ്. ഡയറക്റ്റ് മെത്തേഡ് ഞാനങ്ങ് പറയാം കേട്ടോ. തുക കാണാൻ ആവറേജിനെ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ മതി. അങ്ങനെയെങ്കിൽ ആദ്യത്തെ സെൻറ്റൻസിൽ നിന്നുകൊണ്ട് ആ 9 പേരുടെ ഗ്രൂപ്പിൻ്റെ ടോട്ടൽ ഏജ് എത്രയെന്ന് ചോദിച്ചാൽ ആവറേജായ 64 ഗുണം എണ്ണമായ 9 576. ഇനി എന്താ? ഒരാൾ ആ ഗ്രൂപ്പിൽ നിന്ന് പോയി. അപ്പോൾ സെക്കൻഡ് കേസ് ഞാൻ എഴുതാൻ പോയപ്പോൾ അവിടെ 8 പേരേ ഉള്ളൂ. ശരാശരി എത്രയായി? 62 മാറി ആ ഒരാൾ പോയപ്പം. അപ്പോൾ അവരുടെ ടോട്ടൽ എത്രയാണെന്ന് ചോദിച്ചാൽ, ഒരാൾ പോയി കഴിഞ്ഞ് അവരുടെ ടോട്ടൽ ഏജ് എത്രയാണെന്ന് ചോദിച്ചാൽ 62 ഗുണം 8 496.
ഓക്കെ ആണോ? നിങ്ങളൊന്ന് ചിന്തിച്ചേ, ഈ രണ്ട് തുകകളും തമ്മിലുള്ള വ്യത്യാസം എത്രയെന്ന് ചോദിച്ചാൽ 576 490 വെച്ചാൽ ഒരു 80ൻ്റെ കുറവ് വന്നു. എന്താ അതിൻ്റെ റീസൺ? അവിടുന്ന് ഒരാൾ പോയതാണ്. അപ്പം പോയ ആളുടെ പ്രായം എത്ര എന്ന് ചോദിച്ചാൽ 80 വയസ്സുള്ള ഒരാളാ പോയെന്ന് നമുക്ക് പറയാം ഈസി ആയിട്ട്. ക്ലിയർ ആണോ എൻ്റെ കുട്ടികൾക്ക്? അടുത്ത പറഞ്ഞോട്ടെ. 5.25 മീറ്റർ നീളത്തിലും 5.10 മീറ്റർ നീളത്തിലും ചതുരാകൃതിയിലുള്ള ഒരു തറയുണ്ട്. അത് പൂർണ്ണമായും ടൈലുകൾ ഉപയോഗിച്ച് നമുക്ക് കവർ ചെയ്യണം. സ്ക്വയർ ടൈലുകളാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളിതിനെ ഇങ്ങനെ ചിന്തിക്കുക. എന്തായാലും സ്ക്വയർ ടൈലിൻ്റെ ഡൈമെൻഷൻ സെൻറ്റിമീറ്ററിലായിരിക്കും വരുന്നത്. നമുക്ക് ഡൈമെൻഷൻ തന്നിട്ടില്ല. അപ്പോൾ എല്ലാവരും ഞാൻ സെൻറ്റിമീറ്ററിലോട്ട് മാറ്റുക. അപ്പോൾ നമ്മുടെ തറയുടെ ലെങ്ത് എത്രയാണെന്ന് ചോദിച്ചാൽ 5.25 മീറ്ററാണ്. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 525 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. വീതിയോ 510 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. ഓക്കെ ആണോ? ഇനി നമുക്കറിയേണ്ടത് നമ്മൾ അവിടെ ഇടാൻ പോകുന്ന ടൈലിൻ്റെ ഡൈമെൻഷൻ എത്ര എന്ന് അറിയണം. അതിനൊന്നുമില്ല, സ്ക്വയർ ടൈൽ ഇടാൻ പോകുന്നത്. നിങ്ങൾ ഈ രണ്ട് പാരാമീറ്റേഴ്സിൻ്റെ HCF അങ്ങ് കണ്ടുപിടിച്ച് വെച്ചാൽ മതി. ഓക്കെ ആണോ എൻ്റെ കുട്ടികളെ? ഇവരുടെ HCF കാണാൻ 2 പേരെയും ഞാൻ 5 കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ ഇവിടെ 105 വരും, ഇവിടെ 102 വരും. ഓക്കെ ആണോ? ഇനിയും 2 പേരെയും ഞാൻ 3 കൊണ്ട് ഹരിക്കുകയാണ്. അപ്പോൾ 35, 34. ഇനി എനിക്ക് 2 പേരെയും കൂടെ ഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ കൊണ്ട് നിർത്തുന്നു. അപ്പോൾ ഇവരുടെ HCF എത്രയാണെന്ന് ചോദിച്ചാൽ 5 × 3 15. അപ്പോൾ ഇവിടുന്ന് മനസ്സിലാക്കേണ്ട കാര്യം HCF വേണ്ട കിടക്കുന്നു. അപ്പോൾ ഇവിടുന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഈ റൂമിൽ നമ്മൾ ഇടാൻ പോകുന്ന ടൈലിൻ്റെ ഒരു വശത്തിൻ്റെ നീളം 15 സെൻറ്റിമീറ്ററാണ്. നമുക്ക് അങ്ങനെയുള്ള എത്ര ടൈലാണ് അവിടെ ഇടേണ്ടതെന്ന് കാണണം. നമ്പർ ഓഫ് ടൈല് കാണാൻ ടോട്ടൽ ഏരിയയെ ഒരു ടൈലിൻ്റെ ഏരിയ കൊണ്ട് ഹരിച്ചാൽ മതി. എന്താ? ടോട്ടൽ ഏരിയയെ ഒരു ടൈലിൻ്റെ ഏരിയ കൊണ്ട് ഹരിച്ചാൽ മതി. ടോട്ടൽ ഏരിയ എങ്ങനെയാണ് കാണുന്നത്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് 525 × 510 ഡിവൈഡഡ് ബൈ ഒരു ടൈല് സ്ക്വയർ ഷേപ്പാണ്. ഒരു സൈഡ് 15, അപ്പോൾ അതിൻ്റെ ഏരിയ A² ആണ്, ഇല്ലെങ്കിൽ 15 × 15. എളുപ്പമല്ലേ? 525നെ 15 കൊണ്ട് കട്ട് ചെയ്താൽ 35, നിങ്ങൾക്കറിയാം. 510നെ 15 കൊണ്ട് കട്ട് ചെയ്താൽ 34. 35 × 34, നമ്മുടെ ആൻസർ 1190. ക്ലിയർ ആയോ? പറഞ്ഞോട്ടെ അടുത്തേ. ഇപ്പോൾ ഹെലന് 41 വയസ്സും മകൾക്ക് 9 വയസ്സുമാണ്. എത്ര വർഷം കഴിയുമ്പം ഹെലന് മകളുടെ 3 ഇരട്ടി പ്രായമാകും? അപ്പോൾ ഹെലന് 41, മകൾക്ക് 9. കുറച്ച് വർഷം കഴിഞ്ഞു. അപ്പോൾ ഹെലന് 41 + x ആയി പ്രായം, മകൾക്കോ 9 + x ആയി. ഈ കുറച്ച് വർഷം കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഹെലൻ്റെ പ്രായം മകളുടെ പ്രായത്തിൻ്റെ 3 മടങ്ങാകും. ഞാൻ ഇങ്ങനെ എഴുതിക്കോട്ടെ. ഇത് ഹെലൻ്റെ പ്രായം, ഇത് മകളുടെ പ്രായം, അത് 3 മടങ്ങായി. ഓക്കെ, ഇതൊന്ന് സോൾവ് ചെയ്താൽ പോരെ. 41 + x എന്ന് പറയുന്നത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തേ 27 + 3x എന്ന് വരും. 41 ൽ 27 പോയാൽ എത്രയാ? 14. 3x ൽ x പോയാൽ 2x. അപ്പോൾ എക്സിൻ്റെ വില എത്ര? 14/2 7. അപ്പോൾ 7 വർഷം കഴിഞ്ഞാൽ ഹെലൻ്റെ പ്രായം മകളുടെ പ്രായത്തിൻ്റെ 3 ഇരട്ടിയാകുമെന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ ആണോ എൻ്റെ കുട്ടികൾ? മുന്നോട്ട് പോയിക്കോട്ടെ. ഒരു ഗണിത പരീക്ഷയിൽ വിജയ ശതമാനം 87.5. അപ്പം ജയിച്ച സ്റ്റുഡൻസിൻ്റെ കൗണ്ട് 87.5%. അപ്പം നിങ്ങൾ പറ, ഫെയിലായവർ മൊത്തം 100%. അപ്പോൾ ഫെയിലായ ബാക്കി 12.5% കുട്ടികൾ ഫെയിലായിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, അങ്ങനെയെങ്കിൽ തോറ്റവരുടെയും ജയിച്ചവരുടെയും അംശബന്ധം എത്ര? 2നെയും 12.5 വെച്ച് വെട്ടാം അല്ലേ? അപ്പം 7:1 കിട്ടി. റേഷ്യോ ആണ് കിട്ടിയത് 7:1. അപ്പം ടോട്ടൽ 8 ആണ്. 8ൽ 7 പേര് ജയിച്ചു, ഒരാൾ തോറ്റു. അതാണ് അതിൻ്റെ മീനിങ്. ഇനി എന്താ പറയുന്നത്? 7 വിദ്യാർത്ഥികൾ പരാജയപ്പെട്ടു. നമ്മൾ പറയുന്നു പരാജയപ്പെട്ടവരുടെ റേഷ്യോ 1 ആണ്. 1 എന്ന റേഷ്യോ ആണ് 7. നമുക്ക് എന്താ അറിയണ്ടേ? ടോട്ടൽ എത്ര പേര് പരീക്ഷ എഴുതി? ടോട്ടൽ പരീക്ഷ എഴുതി എത്ര പേരാ? 8 പേരാണ് പരീക്ഷ എഴുതിയത്. അപ്പം 8 റേഷ്യോ, 8 ടോട്ടലിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന റേഷ്യോ ആണ് 8. 8ൻ്റെ വില കണ്ടുപിടിക്കണം. അപ്പോൾ ആൻസർ എത്രയാ? പരീക്ഷ എഴുതിയ കുട്ടികൾ എത്ര എന്ന് ചോദിച്ചാൽ 8 × 7 56 പേരാണ് പരീക്ഷ എഴുതി. അതിൽ 7 പേരാണ് പരാജയപ്പെട്ടിരിക്കുന്നത്. ക്ലിയർ അല്ലേ? എളുപ്പമല്ലേ? ബേസ് ലെവൽ ചോദ്യമല്ലേ ഇതൊക്കെ? അടുത്ത പറഞ്ഞോട്ടെ. 5 പുരുഷന്മാരോ 12 സ്ത്രീകളോ ഒരു ജോലി 78 ദിവസം കൊണ്ട് ചെയ്യുന്നു. എന്ന ലോജിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 5 പുരുഷന്മാർ മാത്രമെങ്കിൽ 78 ദിവസം, 12 സ്ത്രീകൾ മാത്രമെങ്കിൽ 78 ദിവസം. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയെങ്കിൽ ഈ പുരുഷൻ്റെ ടോട്ടൽ വർക്ക് എത്രയാണെന്ന് ചോദിച്ചാൽ 5 × 78.
ഈ സ്ത്രീയുടെ ടോട്ടൽ വർക്ക് എത്രയാണെന്ന് ചോദിച്ചാൽ 12 ഗുണം 78. നമ്മൾ പഠിച്ചിട്ടുണ്ട് ആൾക്കാർ D ദിവസം കൊണ്ട് ഒരു ജോലി തീർത്താൽ ടോട്ടൽ വർക്ക് M×D ആണ്. അതാണ് ഞാനിവിടെ യൂസ് ചെയ്ത ലോജിക്ക്. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ, ഷോർട്ട് കട്ടിലാണ് ഞാൻ പറയുന്നത്. എന്താണോ കണ്ടുപിടിക്കേണ്ടത് അത് മുകളിലോട്ട് എഴുതുക. നമുക്ക് 5 പുരുഷനും 12 സ്ത്രീകളും ഒരുമിച്ച് എത്ര ദിവസം കൊണ്ട് ജോലി തീർക്കുമെന്നാണ് കാണേണ്ടത്. ക്ലിയർ ആയോ? 5 ക്യാൻസലാണ്. അപ്പം 1/78 പ്ലസ് അപ്പുറത്ത് 12 ക്യാൻസൽ, എഗെയിൻ 1/78 വരും. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് അത് അതേപോലെ കിടക്കട്ടെ. മുകളിൽ കൂട്ടിയാൽ 2/78 എത്ര എന്ന് വരും? 1/39 എന്ന് കിട്ടും. എന്ത് ആൻസർ ആണോ കിട്ടി അവനെ എടുത്ത് തിരിച്ചിടുക. അപ്പോൾ എത്ര ദിവസം കൊണ്ട് ആ ജോലി തീർക്കുമെന്ന് ചോദിച്ചാൽ 39 ദിവസം കൊണ്ട് അവർ ആ ജോലി ചെയ്ത് തീർക്കും. ക്ലിയർ ആണ് എൻ്റെ കുട്ടികൾക്ക്? ഞാൻ മുന്നോട്ട് പോകുന്നു. ഒരു GPയുടെ 5ാമത്തെ പദം ഞാനിങ്ങനെ എഴുതാം. 5ാമത്തെ പദവും 8ാമത്തെ പദവും തന്നിരിക്കുന്നു. എന്ത് കാണണം? 11ാമത്തെ പദം. 5ാമത്തെ പദം എത്ര എന്ന് പറയുന്നു? 27. 8ാമത്തെ പദം എത്ര എന്ന് പറയുന്നു? 729. നമുക്കിതിനെ കണ്ടുപിടിക്കണം. നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഈ പദങ്ങളുടെ ഡിഫറൻസ് ഒന്ന് നോക്കിയേ. 5ാമത്തെ പദത്തിൽ നിന്ന് 8ാമത്തെ പദത്തിലേക്ക് 3 ദൂരം, 8ാമത്തെ പദത്തിൽ നിന്ന് 11ാമത്തെ പദത്തിലേക്ക് 3 ദൂരം. അപ്പോൾ എൻ്റെ കുട്ടികൾ മനസ്സിലാക്കുക, ഇവിടെ എന്ത് ചേഞ്ച് ആണോ വിലകളിൽ വന്നേ അതേ ചേഞ്ച് ഇവിടെ ആവർത്തിക്കപ്പെടും. ഞാൻ പറഞ്ഞ ക്ലിയർ ആയോ? അപ്പോൾ 27 എന്ന് പറയുന്ന വാല്യൂ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചപ്പോഴാണ് 729 ആയെന്ന് നോക്കുക. ഓക്കെ ആണോ? അപ്പോൾ എക്സിൻ്റെ വില എത്ര? എക്സ് എന്ന് പറയുന്നത് ഏത് സംഖ്യ എന്ന് ചോദിച്ചാൽ 729, 27 സ്ക്വയർ. അപ്പോൾ എക്സ് എത്രയാ? 27. 27 കൊണ്ട് ഗുണിച്ചാലേ 729. അപ്പം ഇനി എങ്ങനെയാണ് ഞാൻ പറഞ്ഞത്? ആ ടേംസ് തമ്മിലുള്ള ദൂരം സെയിം ആണെങ്കിൽ, പൊസിഷൻസ് തമ്മിലുള്ള ഗ്യാപ്പ് സെയിം ആണെങ്കിൽ എന്ത് ചേഞ്ച് ഇവിടെ ഉണ്ടാകുന്നു അതേ ചേഞ്ച് അപ്പുറത്ത് റിപ്പീറ്റ് ചെയ്യും. അപ്പം 11ാമത്തെ പദം കാണാൻ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്താൽ മതി? 729ലേക്ക് ഈ 27 ഗുണിച്ച് അങ്ങ് കയറ്റിയാൽ പോരെ. ക്ലിയർ ആയോ? ഇവിടെ എല്ലാം കൂടെ എടുത്തു വെച്ച് ചെയ്ത് ആൻസർ കണ്ടുപിടിച്ച് സമയം കളയാൻ നിൽക്കരുത്. ലാസ്റ്റ് 2 പദങ്ങൾ എത്രയാ? 9ഉം 7ഉം. 9 ഗുണം 7 63. 63ൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് 3 വരത്തുള്ളൂ. അപ്പോൾ ഈ ചോയ്സിൽ ആരുടെ ഒറ്റയുടെ സ്ഥാനത്ത് 3 കിടക്കുന്നോ അവൻ നമ്മുടെ ആൻസറാണ്. നമുക്ക് കൺഫേം ചെയ്യാം ഇതായിരിക്കും എ എന്ന ചോയ്സ് നമ്മുടെ ആൻസറാണ്. അല്ലാതെ മൊത്തവും ഗുണിച്ച് നോക്കി ആൻസർ കണ്ടുപിടിച്ച് സമയമൊന്നും കളയല്ലേ. ലാസ്റ്റ് 2 അക്കം ഒറ്റയുടെ സ്ഥാനത്തിനെ മാത്രം. ഇവിടെ 9, ഇവിടെ 7. 9 ഗുണം 7 63. 63ൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് 3 അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസറിൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് 3 വരത്തുള്ളൂ. ക്ലിയർ ആയോ? അപ്പോൾ എ ആണ് ഇവിടെ ആൻസർ. ക്ലിയർ അല്ലേ? ഞാൻ മുന്നോട്ട് പോയിക്കോട്ടെ. അടുത്ത ചോദ്യം. ഒരു ക്ലോക്കിൽ 5 മണി അടിക്കാൻ 8 സെക്കൻഡ് എടുത്തു. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. 5 മണി അടിച്ചു എന്ന് പറയുമ്പോൾ ടിങ് 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 അല്ലേ? എത്ര ടൈം ഇൻ്റർവൽ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ? 1, 2, 3, 4. അപ്പം നമുക്ക് ഇങ്ങനെ പറഞ്ഞാലോ, ആ 4 ടൈം ഇൻ്റർവെലിനെടുത്ത സമയമാണ് 8 സെക്കൻഡ്. ക്ലിയർ ആയോ? സമയത്തിനെ ബേസ് ചെയ്തല്ല ചെയ്യണ്ടേ, ടൈം ഇൻ്റർവെലിനെ ബേസ് ചെയ്ത. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, 10 മണി അടിച്ചു എന്ന് പറയുമ്പോൾ എത്ര ടൈം ഇൻ്റർവെൽ? 9 ടൈം ഇൻ്റർവെൽ. ഈ 9 ടൈം ഇൻ്റർവെലിന് എത്ര സമയമെന്ന് അറിയണ്ടേ? കഴിഞ്ഞില്ലേ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ, ആൻസർ ആയില്ലേ? 9 × 8/4. എത്ര ആൻസർ? 18 സെക്കൻഡ് വേണ്ടി വരും 10 മണി അടിക്കാൻ. ഓക്കെ ആണോ എൻ്റെ കുഞ്ഞുങ്ങൾ? നമുക്ക് മുന്നോട്ട് പോയാലോ? ഒരു ക്യൂവിൽ ഒരാൾ അല്ലെങ്കിൽ നമ്മൾ 2 അറ്റത്ത് നിന്നും 9ാം സ്ഥാനത്താണെന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ആ ക്യൂവിൽ എത്ര പേരുണ്ടെന്നാണ്. 2 അറ്റത്ത് നിന്നുള്ള കൗണ്ടിനെ എം എന്നും എൻ എന്നും റെപ്രസെൻ്റ് ചെയ്താൽ ടോട്ടൽ കൗണ്ട് കാണുന്ന ഇക്വേഷൻ m+n-1. അപ്പോൾ എൻ്റെ കുട്ടികൾ പറയൂ, 9 + 9 - 1 ആയിരിക്കും ടോട്ടൽ കൗണ്ട്. 18ൽ നിന്ന് 1 പോയാൽ 17 പേരാണ് ആ ക്യൂവിലുള്ളത്. സിമ്പിൾ ചോദ്യം. എൻ്റെ കുട്ടികളെല്ലാം എഴുതി കാണും, എനിക്കറിയാം. അടുത്ത ചോദ്യം. ആദ്യം 100 എണ്ണൽ സംഖ്യകൾ എഴുതിയാൽ എന്ന് പറഞ്ഞാൽ 1, 2, 3 എവിടം വരെ? 100 വരെ എഴുതിയാൽ അതിൽ 8 എത്ര തവണ ആവർത്തിക്കുമെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. 1 മുതൽ 100 വരെ എഴുതുമ്പം 0 എത്ര തവണ? 11 തവണ. 1 എത്ര തവണ? 21 തവണ. വേറെ എല്ലാ സംഖ്യകളും 2, 3, 4, 5, 6, 7, 8, 9 വേറെ ആരെ എടുത്താലും അവരെല്ലാം 20 തവണയാണ് ആവർത്തിക്കുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ എത്രയാ? 20. ക്ലിയർ ആയോ? ഒരിക്കൽ കൂടി. 0 11 തവണ, 1 21 തവണ, ബാക്കി എല്ലാവരും 20 തവണ.
കൂട്ടത്തിൽ കൂടാത്ത സംഖ്യ ആരാണ്? ഇതിൽ കൂട്ടത്തിൽ പറ്റാത്ത സംഖ്യ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ കുട്ടികളൊന്ന് നോക്കിയേ, ഇവിടുത്തെ അക്കങ്ങളെല്ലാം കൂടെ ഒന്ന് കൂട്ടി നോക്കിയേ. 2ഉം 5ഉം 7ഉം 3ഉം 10. ഇവിടെയും എത്ര തന്നെ? 10. ഇവിടെയും 10. ഇവിടെ 4ഉം 6ഉം 10. ഇവിടെയും 10 വരും, ഇവിടെയും 10 വരും അല്ലേ? അക്കത്തുകയാണ് ഡിജിറ്റ് സമ്മ ഞാൻ പറയുന്നത്. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ 10 വരുന്നുണ്ട്. ഒരാൾക്ക് മാത്രം 10 വന്നിട്ടില്ലല്ലോ എൻ്റെ കുട്ടികളെ. ഇയാളെ കൂട്ടുമ്പോൾ 3ഉം 2ഉം 5ഉം 4ഉം 9 വരുന്നുള്ളൂ. ഇവിടെ കൂട്ടത്തിൽ പെടാത്ത ഒരേ ഒരു സംഖ്യയേ ഉള്ളൂ, അത് 324. ക്ലിയർ അല്ലേ എൻ്റെ കുട്ടികൾക്ക്? അടുത്ത ചോദ്യം. ഒരു ടാങ്കിൻ്റെ 1/4 ഭാഗത്തിൽ 135 ലിറ്റർ വെള്ളം കൊള്ളും. അപ്പം നമുക്ക് ആ പറഞ്ഞ കഥ അതേപോലെ എഴുതാം. 1/4 എത്ര ലിറ്റർ വെള്ളം കൊണ്ടു? 135. എന്താ അറിയണ്ടേ? 180 ലിറ്റർ വെള്ളം ഉണ്ടെങ്കിൽ ആ ടാങ്കിൻ്റെ എത്ര ഭാഗം നിറയും? ഒന്നുമില്ല എൻ്റെ കുഞ്ഞുങ്ങളെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക ഇവരെ. എന്താ വരിക? 1/4 × 180 ഡിവൈഡഡ് ബൈ 135. അത്രയല്ലേ ഉള്ളൂ. ഇത് ചെയ്യുമ്പോൾ എന്താ വരിക? 1 × 180 180. 135 × 4 എത്രയാ? 540. ആരെയും വെട്ടിക്കളയാം. 180നെ 540നെയും വെട്ടിക്കളയാം. അപ്പം നമ്മുടെ ആൻസർ 1/3. എളുപ്പമുള്ളൊരു ചോദ്യമായിരുന്നു. അടുത്ത പറഞ്ഞോട്ടെ. നെക്സ്റ്റ് നമ്പർ ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ ആ സീരീസിൻ്റെ ഡിഫറൻസ് നോക്കിയേ. 1 6 ആയത് 5 കൂട്ടിയാണ്. 6 13 ആയത് 7 കൂട്ടിയ. 13 24 ആയത് 11 കൂട്ടിയതാ. 24 41 ആയത് 17 കൂട്ടിയ. ഓക്കെ ആണോ? ഒന്നും കൂടെ. ഈ 5 7 ആയത് 2 കൂട്ടിയപ്പോഴാ. 7 11 ആയത് 4 കൂട്ടിയപ്പോഴാ. 11 17 ആയത് 6 കൂട്ടിയപ്പോഴാ. 2 4 6. അപ്പം അടുത്ത കൂട്ടാൻ പോകുന്നത് 8. അപ്പം 17 8ഉം 25 ആയിരിക്കും കൂട്ടേണ്ടത്. ക്ലിയർ ആയോ? അപ്പം നെക്സ്റ്റ് നമ്പർ ആരെന്ന് ചോദിച്ചാൽ 41 + 25 66 ഈ സീരീസിലെ നെക്സ്റ്റ് നമ്പർ. ക്ലിയർ ആണോ എൻ്റെ കുട്ടികൾക്ക്? അടുത്ത പറഞ്ഞോട്ടെ. ഒരു ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ തുല്യനിരകളിൽ നിർത്തുന്നു. ഓക്കെ ആണോ? അപ്പം ഞാൻ ചോദിക്കട്ടെ, സ്റ്റുഡൻസിൻ്റെ നിരകളുടെ എണ്ണത്തിനെ എക്സ് എന്ന് എടുക്കാം. ഓക്കെ ആണോ? നിരകളുടെ എണ്ണം എക്സ്, സ്റ്റുഡൻസിൻ്റെ എണ്ണം വൈ. ഓക്കെ ആണോ? അപ്പോൾ ആകെ എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്ന് ചോദിച്ചാൽ എക്സ് × വൈ എന്ന് ഒറ്റയടിക്ക് നമുക്ക് പറയാം. നിരകളുടെ എണ്ണം എക്സ്, സ്റ്റുഡൻസിൻ്റെ എണ്ണം വൈ. ഇനി കഥകൾ ഓരോന്നായിട്ട് ശ്രദ്ധിച്ച്. ആദ്യത്തെ കേസിൽ എന്താ പറയുന്നത്? ഓരോ വരിയിലും 3 കുട്ടികൾ കൂടുതലാണെങ്കിൽ ഒരു വരി കുറവായിരിക്കും. വരിയുടെ എണ്ണം 1 കുറഞ്ഞു കിട്ടും. ഓക്കെ ആണോ? അപ്പം വരിയുടെ എണ്ണം 1 കുറഞ്ഞു എന്ന് വെച്ചാൽ എക്സിൻ്റെ വാല്യൂ x-1 ആയി. എപ്പോഴത്? കുട്ടികളുടെ എണ്ണം 3 കൂടുമ്പം. ഓക്കെ ആണോ? x-1 × y + 3 ആണ്. ടോട്ടൽ കുട്ടികളെ നമ്മൾ അങ്ങനെ, ടോട്ടൽ കുട്ടികൾ എത്ര എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു, xy എന്ന് പറഞ്ഞായിരുന്നു. ടോട്ടൽ കുട്ടികളെ നമ്മൾ അങ്ങനെ അറേഞ്ച് ചെയ്തു. ഓക്കെ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തേ. XY, y അകത്തോട്ട് കയറ്റിയാൽ -y. ഓക്കെ, ഇനി 3നെ അകത്തോട്ട് കയറ്റിയാൽ -3 + 3x. അതാണ് XY. ഓക്കെ ആണോ? XY അവിടെ ക്യാൻസൽ ആകും. ബാക്കി എന്ത് വന്നു? 3x - y ആണ് 3 എന്ന് വരും. ഓക്കെ ആണോ? ആദ്യത്തെ സെൻറ്റൻസിൽ നിന്നുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഫ്രെയിം ചെയ്യാൻ പറ്റും. അതവിടെ കിടക്കട്ടെ. ഇനി സെക്കൻഡ് കേസിൽ എന്താ പറയുന്നത്? ശ്രദ്ധിച്ച് വായിച്ച്. ഓരോ വരിയിലും 3 കുട്ടികൾ കുറവാണെങ്കിൽ 2 വരികൾ എക്സ്ട്രാ ഉണ്ടാകും. ക്ലിയർ ആണോ? അപ്പം വരിയുടെ എണ്ണം 2 കൂടി x+2 ആയി. ഓക്കെ ആണോ? എപ്പോഴാ? 3 കുട്ടികൾ കുറവാണെങ്കിൽ. അപ്പം y എന്ന് പറയുന്ന കുട്ടികളുടെ എണ്ണം 3 കുറഞ്ഞു. ഓക്കെ ആണോ? ഇതിനെ ഗുണിക്കുമ്പോഴാണ് ടോട്ടൽ കൗണ്ട് കിട്ടേണ്ടത്. ഒന്ന് റീഅറേഞ്ച് ചെയ്തേ. XY, ആ എക്സിനെ അകത്തോട്ട് ഗുണിച്ചിട്ട് -3x + 2y -6 ആണ് XY. XY ക്യാൻസൽ ആകും. നമുക്ക് എന്ത് കിട്ടും? -3x + 2y = 6 കിട്ടും. ഇതാണ് എൻ്റെ കുട്ടികൾ ഡിസൈൻ ചെയ്യുന്ന രണ്ടാമത്തെ ഇക്വേഷൻ. ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഈ 2 ഇക്വേഷൻ നമുക്ക് എക്സും വൈയും കിട്ടണം അല്ലേ? ഈ 2 ഇക്വേഷനും കൂടെ ഒന്ന് കൂട്ടിയാട്ടെ. ഞാനിവിടെ എഴുതിക്കോട്ടെ. ഈ 2 ഇക്വേഷനുകൾ കൂട്ടുമ്പോൾ 3x ഇങ്ങനെ ഈ 3x -3x ക്യാൻസലാകും. 2y -y കൂട്ടുക എന്ന് വെച്ചാൽ 2y y പോയാൽ y. പിന്നെ ഇവിടെ ആരുണ്ട്? 6 3 9 ഉണ്ട്. അപ്പോൾ ഈ 2 ഇക്വേഷനും കൂട്ടിയാൽ നമുക്ക് കിട്ടാൻ പോകുന്ന വൈയുടെ വില 9 എന്ന് കിട്ടും. ക്ലിയർ ആണോ? അതുകൊണ്ടൊന്ന് ഈ ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുത്താലോ.
3x മൈനസ് വൈയുടെ സ്ഥാനത്ത് 9 3. അപ്പം 3x ആണ് 12. അപ്പം എക്സ് എത്രയാണ് കുഞ്ഞുങ്ങളെ? 12/3 4. നമുക്കെന്താ വേണ്ടത്? ടോട്ടൽ കുട്ടികളുടെ എണ്ണം. ആ ടോട്ടൽ കുട്ടികളുടെ എണ്ണത്തിന് x/y എന്ന് നമ്മൾ ആദ്യം തന്നെ എടുത്തായിരുന്നു. 4 × 9. ടോട്ടൽ കുട്ടികളുടെ എണ്ണം എത്രയാ? 36. ക്ലിയർ ആയോ? ചോയ്സ് ചെയ്യുന്ന എടുത്ത് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്താലും മതി. ഓക്കെ, അടുത്ത പറയാം. ഡി കിടക്കുന്ന പ്രൊഡക്റ്റിനെ 100 കൊണ്ട് ഹരിക്കുമ്പം എത്ര ശിഷ്ടം കിട്ടുമെന്ന് എൻ്റെ കുട്ടികൾ ശ്രദ്ധിച്ചേ. 85 × 87 × 89 × 91 × 95 × 96. ഇവനെ 100 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര ശിഷ്ടം കിട്ടുമെന്നായിരിക്കട്ടെ. ഈ 100നെ ഞാൻ ഇങ്ങനെ അങ്ങ് എഴുതിക്കോട്ടെ. 4 × 5 × 5. 100നെ ഫാക്ടറൈസ് ചെയ്തെടുത്തതാ. 5 × 5 25, 25 × 4 100. ഓക്കെ, ഇങ്ങനെ എഴുതാൻ കാരണം നിങ്ങൾക്കതൊരു ക്ലിയർ ഐഡിയ കിട്ടാനാണ്. ഈ 5 കയറി 95നെ വെട്ടിക്കളയും അല്ലേ? ഈ 5 കയറി 85നെ വെട്ടിക്കളയും. ഈ 4 കയറി 96നെ വെട്ടിക്കളയും. ഫലത്തിൽ പൂർണ്ണമായും വെട്ടി മാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ റിമൈൻഡർ എന്തേ വരുത്തുള്ളൂ? 0 വരുത്തുള്ളൂ. കാരണം ആ പ്രൊഡക്റ്റിനെ 100 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റും. ക്ലിയർ ആണ് എൻ്റെ കുട്ടികൾക്ക്. നമ്മൾ മുന്നോട്ട് പോവാം. അടുത്തത് 2 മൂന്നക്ക സംഖ്യയുടെ കഥയാണ്. ആ മൂന്നക്ക സംഖ്യയിൽ ഓരോ ഡിജിറ്റും ഡിഫറൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഒന്ന് എ ആണ്, ഒന്ന് ബി ആണ്, ഒന്ന് സി ആണ്. അടുത്ത മൂന്നക്ക സംഖ്യയിൽ ഡി ഉണ്ട്, ഇ ഉണ്ട്, എഫ് ഉണ്ട്. ഒരു പ്രത്യേകതയുണ്ട്, ഇവന്മാരെ കൂട്ടിയാൽ 1111 കിട്ടേണ്ടതുണ്ട്. 1111 കിട്ടണം. ഇതാണ് ചോദ്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ ചിന്തിക്കേണ്ടത് ഇവിടെ നമ്മുടെ ഒരു ലോജിക്കായി യൂസ് ചെയ്യേണ്ട വേറൊന്നുമല്ല. ഇവരെ രണ്ടുപേരും കൂടെ കൂട്ടുമ്പോൾ 1 അല്ല 11 ആയിരിക്കും കിട്ടുന്നത് ഉറപ്പായിട്ടും. ആ 1 ശിഷ്ടം ഇങ്ങോട്ട് കയറിയതാ. ഓക്കെ ആണോ? അപ്പോൾ അവിടെ വരാവുന്ന പോസിബിൾ വില എന്തെങ്കിലും ഒന്ന് എഴുതി വെച്ചാൽ മതി. ഞാൻ എഴുതിക്കോട്ടെ. 5ഉം 6ഉം കൂട്ടിയപ്പം 11 കിട്ടി. അതിൻ്റെ ശിഷ്ടം 1 ഇങ്ങോട്ട് വന്നു. ഓക്കെ ആണോ? അപ്പം ഈ ശിഷ്ടം വന്ന ഈ 1ഉം ഈ ബിയും ഇയും കൂടെ കൂട്ടുമ്പോൾ അടുത്ത 11 കിട്ടണം. അതിൻ്റെ ശിഷ്ടം അപ്പുറത്തോട്ട് പോകും. ക്ലിയർ ആണോ ലോജിക്ക്? ശിഷ്ടമായിട്ട് വന്ന് ഈ 1ഉം ബിയും ഇയും കൂടെ കിട്ടുമ്പോൾ എഗെയിൻ 11 കിട്ടണം അല്ലേ? അപ്പോൾ ഈ 1നെ ഒഴിവാക്കിയാൽ, ഇല്ലെങ്കിൽ ഈ 1നെ മാറ്റി നിർത്തിയാൽ ബിയും ഇയും കൂടെ കൂട്ടുമ്പം 10 കിട്ടണം. അങ്ങനെയാണല്ലോ 10 1ഉം 11 ഇവിടെ എഴുതാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അപ്പം ബി എ ഇയും കൂട്ടിയാൽ 10 കിട്ടുന്ന രീതിയിൽ 2 സംഖ്യകൾ എഴുതി വെക്കുക. നേരത്തെ 5നെ 6നെ എഴുതി വെച്ച് ഇനി അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 2 സംഖ്യ എഴുതുക. 7 3 ഞാൻ എഴുതിക്കോട്ടെ. 7 3 10 1 11. അങ്ങനെയാണ് ആ 11ൻ്റെ ശിഷ്ടം 1 ഇങ്ങോട്ട് കയറുന്നത്. ക്ലിയർ ആയോ എൻ്റെ കുട്ടികൾക്ക്? ഇവിടെ വീണ്ടും അങ്ങനെ ചിന്തിക്കുക. ഈ 1നെയും എയും ഡിയും കൂടെ കൂട്ടിയാൽ 11 കിട്ടണം. അപ്പോൾ എയും ഡിയും കൂടെ കൂട്ടിയാൽ എത്ര വരണം എന്ന് ചിന്തിക്കുക. ഈ 1 മാറ്റി നിർത്തിയാൽ 10 കിട്ടണം. ഈ 1ഉം ഇവിടെ ഇവർ രണ്ടും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന 10ഉം കൂടെ ചേരുമ്പോഴാണ് 11 വരേണ്ടത്. അപ്പോൾ എയും ഡിയും കൂടെ കൂട്ടുമ്പം 10 കിട്ടുന്ന രീതിയിൽ ഒരു കോമ്പിനേഷൻ എഴുതിയാൽ മതി. നേരത്തെ എഴുതിയ സംഖ്യ യൂസ് ചെയ്യല്ലേ, അത് ശ്രദ്ധിച്ചാൽ മതി. ഞാനിവിടെ 8ഉം 2ഉം എഴുതിക്കോട്ടെ. 8ഉം 2ഉം കൂട്ടിയാൽ ഇവിടുത്തെ ശിഷ്ടം കൂടെ ചേർത്ത് 11 ആകും. ഇപ്പം എൻ്റെ കുട്ടികൾ നോക്കിയേ, 5ഉം 6ഉം കൂടെ കൂട്ടുമ്പം 11 വരും. ശിഷ്ടം 1 ഇങ്ങോട്ട് വരും. 7 3 10 1 11. ആ ശിഷ്ടം 1 ഇങ്ങോട്ട് വരും. 8ഉം 2ഉം 10 1 11. ക്ലിയർ ആയോ? നിങ്ങൾ ഏത് കോമ്പിനേഷൻ എടുത്തു നോക്കിയാലും അവസാനം നമ്മൾ വേണ്ടി ഈ ഒരു 6 സംഖ്യകളിലേ വന്ന് നിൽക്കത്തുള്ളൂ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ഇവരെ നിങ്ങൾ ഏത് കോമ്പിനേഷൻ വേണമെങ്കിലും ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഇവരെ എല്ലാവരും കൂടെ കൂട്ടുമ്പോൾ മൂല്യം എത്ര കിട്ടുന്നു ഒന്ന് കൂട്ടി നോക്കിയാലോ. 8ഉം 7ഉം 15, 15ഉം 5ഉം 20, 20ഉം 2ഉം 22, 3 25, 6ഉം 31. എയും ബിയും സിയും ഡി എ ഇ എഫിനെയും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടുമെന്നാ? 31. ക്ലിയർ ആയോ? അതിൻ്റെ അകത്തെ ഡിജിറ്റ്സ് എല്ലാം കൂടെ കൂട്ടി നോക്കുന്നു. അത്രയേ ഉള്ളൂ എൻ്റെ കുട്ടികളെ. അടുത്ത പറയട്ടെ. ഒരു ആക്യുറേറ്റ് ക്ലോക്ക് രാവിലെ 8 മണിക്ക് കാണിക്കുന്ന സമയം 8 AM. പിന്നെ എത്രയാ? ഉച്ചയ്ക്ക് 2 PM വരെ മണിക്കൂർ സൂചി എത്ര ഡിഗ്രി സഞ്ചരിച്ചെന്നാണ്. അപ്പോൾ എൻ്റെ കുട്ടികൾ ചിന്തിക്കുക, രാവിലെ 8 തൊട്ട് ഉച്ചയ്ക്ക് 2 വരെ എത്ര സമയമുണ്ട്? നിങ്ങൾ പറ. 8 തൊട്ട് 12 വരെ 4 മണിക്കൂർ, പിന്നെ ഒരു 2 മണിക്കൂറും കൂടെ. അപ്പോൾ ഒരു 6 മണിക്കൂർ സമയമാണ് നമ്മുടെ മുന്നിലുള്ള അല്ലേ? മണിക്കൂർ സൂചി എന്നയാൾ 1 മണിക്കൂറിൽ 30 ഡിഗ്രി സഞ്ചരിക്കുമെന്നും എൻ്റെ കുട്ടികൾക്കറിയാം. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, ഈ 6 മണിക്കൂർ കൊണ്ട് അവൻ എത്ര സഞ്ചരിക്കുമെന്ന് ചോദിച്ചാൽ 6 × 30 180 ഡിഗ്രിയാണ് അയാൾ സഞ്ചരിക്കുന്നത് ഈ ടൈം പീരീഡ് കൊണ്ട്. ക്ലിയർ ആയോ എൻ്റെ കുട്ടികൾക്ക്?
അപ്പോൾ അത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എക്സാം നിങ്ങൾ നല്ലോണം എഴുതി എന്ന് എനിക്ക് ഉറപ്പാണ്. അടുത്ത ഫേസിൽ എക്സാം ഉള്ളവർ ഈ ചോദ്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് പഠിക്കുക. പഠിത്തം നന്നായിട്ട് മുന്നോട്ട് പോട്ടെ. അപ്പോൾ നിങ്ങളെ വീണ്ടും കാണാം. അപ്പോൾ ഞാൻ സൈൻ ഓഫ് ചെയ്യുന്നു. താങ്ക് യു.